പക്ഷേ ഈ ഒരു എഫ് സിയുടെ ഏറ്റവും വലിയ പോരായ്മയാണ്, ഈ മോഡൽ എഫ് സിയുടെ ഏറ്റവും വലിയ പോരായ്മയാണ് ഈ ഒരു കാർബറേറ്ററിൻ്റെത്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലൊരു എനർജി ഇന്ന് പ്രതീക്ഷിക്കേണ്ട, മറ്റൊന്നും കൊണ്ടല്ല, നല്ല പനിയാണ്. ഇപ്പോൾ പനിയായിട്ട് ഇന്ന് വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്, മച്ചാനെ പഴയ കൊമ്പനെ എന്തോ ചെയ്തു, കാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കൊമ്പനെ എന്തേ. അപ്പോൾ അതുപോലെ അത് എല്ലാം എടുത്ത് റെഡിയാക്കി വന്നപ്പോൾ എത്ര രൂപയായി, എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. ഏതാണ്ട് 45,000 പുറത്ത് വ്യൂവേഴ്സ് കിട്ടിയൊരു വീഡിയോ ആണ്. അപ്പോൾ അവർ ചോദിച്ച കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ള കമൻറ്റുകളെല്ലാം ഈ വീഡിയോയിലൂടെ അതിനുള്ള ഉത്തരം കിട്ടുകയാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി അതുപോലുള്ള റൈഡ് അങ്ങനെ ആ ഒരു കാറ്റഗറിയിലുള്ള വീഡിയോ ആണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നത്. അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് ഇടക്കാം. നമ്മുടെ കാർ പോർച്ച് വണ്ടികളെല്ലാം പാർക്ക് ചെയ്ത് വയ്ക്കുന്ന സ്ഥലം, ഒരുപാട് സ്ഥലമൊന്നുമില്ല. നമ്മുടെ സ്വിഫ്റ്റ് അവിടെ കിടപ്പുണ്ട്. അപ്പം തന്നെ നമ്മുടെ ജഗജില്ലിയെ എപ്പോഴും നമ്മൾ അതിനകത്താണ് വയ്ക്കുന്നത്. പിന്നെ കുറച്ച് ഒരു വണ്ടിയും കൂടെ വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. സാധാരണ എൻ്റെ ഒരു പാഷൻ പ്രോ ഉണ്ട്, ഒപ്പം തന്നെ ഒരു റേയും ഉണ്ട്. അതേതൊരു ഒരെണ്ണം അകത്തേറ്റി വയ്ക്കാറാണ് പതിവ്. ഇപ്പം നമ്മുടെ എഫ് സി വന്നതിൽ പിന്നെ എഫ് സി ആണ് അവിടെ കയറ്റി വെച്ചേക്കുന്നത്. അപ്പം ഈ ആഴ്ച തന്നെ എന്തായാലും വണ്ടി നമുക്ക് മച്ചാന് തിരിച്ചു കൊടുക്കണം. പിന്നെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു 2 വർഷം വമ്പൻ തള്ളല്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് 2 വർഷം ഒന്ന് കൂട്ടി പറഞ്ഞിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. അതുകൊണ്ടാണ്. പിന്നെ പുള്ളി കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഗൾഫിലാണ്, ഇടയ്ക്കൊന്ന് ലീവിന് വന്നിരുന്നു. പിന്നെ അപ്പം പുള്ളിയുടെ മാരേജും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അവിടെ തന്നെ ഉപേക്ഷിച്ച നിലയിൽ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കറക്റ്റ് 2 വർഷത്തിൽ പുറത്തായെന്നാണ് പുള്ളി നമുക്ക് തന്നേക്കുന്ന അപ്ഡേഷൻ. അപ്പോൾ എന്തായാലും നമുക്ക് എഫ് സി കാണണ്ടേ, എഫ് സി ഇതുകൊണ്ടല്ല അവിടെ ഇരിപ്പുണ്ട്. അപ്പം അത് സ്റ്റാർട്ടാവുന്നു. ഏതാണ്ട് ഒരു 3 ദിവസം കൊണ്ട് ഞാൻ വണ്ടി എടുത്തിട്ടില്ല. അന്ന് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു ദിവസം എടുത്തുകൊണ്ട് പോയുള്ളൂ. അപ്പോൾ എന്താണ് ബാൾട്ടിയുടെ കണ്ടീഷൻ തുടങ്ങിയ ഫുള്ള് വീഡിയോ ഇപ്പം നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാ പോവല്ലേ? അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെയാണ് ഇരിക്കുന്നത്. ഏതാണ്ട് ഒരു 3 ദിവസം കൊണ്ട് വണ്ടി എടുത്തിട്ടില്ല. കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് വണ്ടി എടുത്തിട്ടില്ല. അപ്പം വണ്ടി വാഷൊക്കെ ചെയ്ത് കൊണ്ട് വെച്ചാണ്. അപ്പം കുറച്ച് ചെളിയും കാര്യങ്ങളൊക്കെ മണ്ണൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്കറിയേണ്ട ബാറ്ററി ഡൗൺ ആയിട്ടുണ്ടോ എന്നറിയണം. അയ്യോ, ചാവി മാറിപ്പോയി. നമ്മുടെ കൊമ്പൻ്റെ ചാവി, കൊമ്പനെ ഇറക്കി തിരിച്ചു വയ്ക്കണം. അപ്പം ചെറുക്കൻ്റെ ചാവി എടുത്തുകൊണ്ടാണ് വന്നത്. ചാവിയും പോകരി കിടന്നു. അപ്പം വേണ്ടേ നമ്മുടെ ബാറ്ററിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് നോക്കണം. സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ലൈറ്റ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ബാറ്ററിക്ക് കുഴപ്പമില്ലെന്നാണ് തോന്നുന്നത്. ഇപ്പം വണ്ടി കറക്റ്റ് എത്ര കിലോമീറ്റർ ഓടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 65,000+ കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വണ്ടിയുടെ കാർബറേറ്ററിൻ്റെ ഭാഗം കാര്യങ്ങളെല്ലാം നമുക്ക് വണ്ടി ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് പറയാം. അപ്പം നമുക്ക് ഈ ഒരു വണ്ടി 3 ദിവസമായിട്ട് വണ്ടി എടുക്കാതിരുന്നിട്ട് വണ്ടി സ്റ്റാർട്ടിങ്ങിന് വല്ല പ്രശ്നമുണ്ടോ എന്ന് ആദ്യം തന്നെ നോക്കാം. അയ്യോ, ബാറ്ററി കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ അടുത്തടിക്ക് സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പം കാരണം നമ്മൾ വണ്ടി തിരിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് വിശ്വസിച്ച് തിരിച്ചു കൊടുക്കണം. അല്ല നമ്മുടെ കയ്യിൽ നമ്മളെ വിശ്വസിച്ച് പണിയാൻ തന്നിട്ട് നമ്മൾ പഴയ രീതിക്ക് തന്നെ തിരിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. സ്റ്റാർട്ടിങ്ങിനൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ചെറുക്കനെ ഇറക്കി വെളിയിലോട്ട് വെക്കണം. അതിനുശേഷം ഇവനെ എടുത്തുകൊണ്ട് നമുക്ക് ഒഴിഞ്ഞൊരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് സംസാരിക്കാം. പുതിയ ആൾക്കാരൊക്കെ കിട്ടിയപ്പോൾ നമ്മളൊരു മൈൻഡും ഇല്ലല്ലോ. നമ്മളെ ആർക്ക് വേണ്ട, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ട്രിപ്പ് പോവാം, ഒന്നും ചെയ്യൂല. അതിനൊരു കാര്യം ചെയ്യും, അവർ തന്നെ നെഞ്ചത്തോടെ കയറ്റി, അതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഇവനെ എടുത്തുകൊണ്ട് നമ്മൾ ഒരു ഒഴിഞ്ഞ സ്ഥലത്തോട്ട് പോവാണ്. പിന്നെ നമ്മുടെ ഗോപ്രോ ഇന്നില്ല. ഗോപ്രോ നമ്മുടെ മച്ചാൻ്റെ കൂട്ടുകാരൻ്റെ ആയിരുന്നു ഗോപ്രോ. അവൻ പുതിയ ചാനൽ തുടങ്ങിയപ്പം ഗോപ്രോ തിരിച്ചു കൊടുത്തു. അപ്പം അവൻ്റെ ചാനലിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എന്തായാലും ഗോപ്രോ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ റൈഡ് ചെയ്ത് പോകുന്നതൊന്നും കാണിക്കുന്നില്ല. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ സംസാരിക്കാം. നമ്മുടെ സ്ഥിരം വണ്ടി റിവ്യൂ ചെയ്യുന്ന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. സാധാരണ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ വണ്ടി റിവ്യൂയും കാര്യങ്ങളെല്ലാം എടുക്കുന്നത്. ഇവിടെ വെച്ച് എടുക്കുന്ന കാര്യം വേറൊന്നും കൊണ്ടല്ല, ഇവിടെ അത്യാവശ്യം തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ലൈറ്റിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, അതുകൊണ്ടാണ് ഇവിടെ വെച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം. നമ്മൾ ഈ വണ്ടി എടുക്കുന്ന ടൈമിൽ വണ്ടി സ്റ്റാർട്ട് ആവത്തില്ലായിരുന്നു. വണ്ടി സ്റ്റാർട്ട് ആവാത്ത കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറേ നാൾ കൊണ്ട് പെട്രോൾ ഇതിനകത്ത് നിന്ന് ഇതിൻ്റെ കാർബറേറ്ററിൽ പെട്രോൾ ഇറങ്ങി ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ കാർബറേറ്ററിനകത്ത് പെട്രോൾ ഇറങ്ങി പെട്രോൾ വേറൊരു എന്തോ ഒരു കെമിക്കലൊക്കെ ആയി ഭയങ്കര ഇതിൽ പെട്രോൾ ഇറങ്ങാത്ത, കാർബറേറ്ററിലോട്ട് പെട്രോൾ ഇറങ്ങാത്ത അവസ്ഥയിലായിരുന്നുകൊണ്ടാണ് വണ്ടി സ്റ്റാർട്ട് ആവാഞ്ഞ്. പിന്നെ അപ്പം നമ്മൾ അതിനകത്ത് ചെയ്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബറേറ്ററിൻ്റെ ഭാഗം ഫുള്ള് നന്നായിട്ട് പണിഞ്ഞു. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം ബാക്കിയുള്ള ഭാഗം എല്ലാം ക്ലിയർ പറഞ്ഞതിന് ശേഷം നമുക്ക് കാർബറേറ്റർ വരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കാർബറേറ്ററിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാട് കാര്യം പറയാനുണ്ട്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഫോർക്കിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഫോർക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ
2 ഫോർക്കും ഡാമേജ് ആയിരുന്നു. 2 ഫോർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർക്കിനകത്ത് നല്ല രീതിയിലുള്ള സ്ക്രാച്ച് ഉണ്ടായിരുന്നു. നമ്മൾ പണിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് കാണിച്ചാണ് ഒരു ഫോർക്ക്. അപ്പം ഈ ഒരു ഫോർക്കിനകത്ത് അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ ഒരു ഫോർക്ക് ക്ലിയർ ചെയ്തിട്ടു. അപ്പോൾ ഈ ഒരു ഫോർക്ക് എന്തായാലും മാറ്റിയേ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ എന്തോ ഒരു ഭാഗ്യത്തിന് ഈ ഫോർക്ക് മാറ്റുന്ന സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടിയുടെ ഫോർക്ക് വേണ്ട അവിടെ സ്റ്റിക്കറൊക്കെ അടിച്ച് വെച്ചിരുന്നതാണ്. സെക്കൻഡ് ഹാൻഡ് ഫോർക്ക് അവൻ നമുക്ക് തന്നു. അങ്ങനെ ആ ഒരു വണ്ടിക്ക് ഫോർക്ക് മാറ്റേണ്ടി വന്നില്ല, പുതിയത് മേടിക്കേണ്ടി വന്നില്ല. ഫോർക്കിന് പുതിയത് വരുന്നത് 1300 രൂപ 1400 രൂപ എങ്ങാണ്ടാണ് ഫോർക്കിന് വരുന്നത്. പലയിടത്തും പല റേറ്റാണ്. അപ്പോൾ എന്തായാലും ഫോർക്ക് നമുക്ക് കിട്ടി. പിന്നെ നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സീലിംഗ് മാറ്റി. 2 സീലിംഗ്, ക്യാപ്പ് 2 കുഴപ്പമില്ലായിരുന്നു, സീലിംഗ് 2 മാറ്റി. സീലിംഗ് ഏതാണ്ട് മേടിച്ചത് ഏതാണ്ട് 50 രൂപയാണ് ഒരു സീലിങ്ങിന് വരുന്നത്. 100 രൂപ കൊടുത്തപ്പോൾ സീലിംഗ് 2 മാറ്റി. അതുപോലെ തന്നെ ഫോർക്ക് ഓയിൽ 2 മാറ്റി. ഫോർക്ക് ഓയിൽ ഒരെണ്ണത്തിന് ഏതാണ്ട് 100 രൂപ, 200 രൂപ ഫോർക്ക് ഓയിലും ഏതാണ്ട് 100 രൂപ സീലിങ്ങും വന്നു. ഏതാണ്ട് 300 രൂപ ഫ്രണ്ടിലത്തെ ഈ ഒരു ഫോർക്കിൻ്റെ കാര്യത്തിന് ചിലവായിട്ടുണ്ട്. അപ്പോൾ ഫോർക്ക് ക്ലിയറായി, പണിക്കൂലി വേറെയാണേ. പിന്നെ പറയുകയാണെങ്കിൽ ക്ലച്ച് കേബിൾ ആക്സിലേറ്റർ കേബിളിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഈ കേബിൾ 2 കംപ്ലൈൻ്റ് ആയിരുന്നു. ക്ലച്ച് കേബിളും കംപ്ലൈൻ്റ് ആയിരുന്നു, ആക്സിലേറ്റർ കേബിളും കംപ്ലൈൻ്റ് ആയിരുന്നു. ക്ലച്ച് കേബിൾ വന്നിട്ട് 170, ആക്സിലേറ്റർ കേബിൾ വന്നിട്ട് 235 അങ്ങനെയാണ്ടാണ് റേറ്റ്. പിന്നെ അത് 2 മാറി, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ ക്ലച്ച് കേബിളും ആക്സിലേറ്റർ കേബിളും 2 മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ലിവർ 2 മാറി. 100 രൂപയാണ് ഒരു ലിവറിന് വന്നത്. 2 ലിവർ മാറി. ഒരു ലിവർ ഒടിഞ്ഞിരിക്കുകയായിരുന്നു, ഒരു ലിവർ ഏകദേശം വളഞ്ഞ് വല്ലാത്ത അവസ്ഥയിരിക്കുകയായിരുന്നു. അതുപോലെ ഹാൻഡിൽ മാറി. ഹാൻഡിലിന് ഏതാണ്ട് 280 രൂപ 290 രൂപ റേഞ്ചിലാണ് ഹാൻഡിലിന് വന്നത്. ഒപ്പം തന്നെ ഈ ഒരു 2 പിടിയും മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഫ്രണ്ടിൽ നിന്ന് മാറിയത്. എനിക്ക് ഏകദേശം ഇത്രയും സാധനങ്ങളുടെ 700 രൂപയാണ് ആയത് കേട്ടോ. ഹാൻഡിൽ, പിടി, പിന്നെ അതുപോലെ ബ്രേക്കിൻ്റെയും ക്ലച്ചിൻ്റെയും ലിവർ, അതുപോലെ ഇതിനകത്തൊരു MC കിറ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. ആ ഒരു സാധനം 2 സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ആ ഒരു സാധനം അതിൻ്റെ കൂടെ മാറിയായിരുന്നു. അത്രയും കൂടെ 700 രൂപ ആയായിരുന്നു. പിന്നെ മെയിനായിട്ട് പറയേണ്ടത് ബാൾട്രിയുടെ കേസാണ്. ബാൾട്രിയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൾട്രി നമ്മൾ എടുത്ത സമയത്ത് ഓണാവുകയോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ചത്ത അവസ്ഥയിലായിരുന്നു. അപ്പോൾ നമ്മൾ ബാറ്ററി കൊണ്ടുപോയി നമ്മൾ നല്ല രീതിയിൽ കുത്തിയിട്ട് ചാർജ് ചെയ്ത് നോക്കി. അപ്പം നിങ്ങൾ കണ്ടില്ലേ, ഇപ്പം 3 ദിവസം ഓഫ് ചെയ്ത് വെച്ചിട്ട് എടുത്തപ്പോഴും വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്. എന്തോ ഒരു ഭാഗത്തിന് ചാത്തൻ ബാറ്ററിയാണ്, അല്ല ബ്രാൻഡഡ് ബാറ്ററി ഒന്നും അല്ല അതിനകത്ത് ഇരിക്കുന്നത്. ഏതോ ഒരു ചാത്തൻ ബാറ്ററിയാണ്. പക്ഷേ ബാറ്ററി നല്ല ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിൽ ഈട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബാറ്ററി കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ട് ബാറ്ററിയുടെ ഭാഗത്തുനിന്നും പൈസ ആയില്ല. ബാറ്ററിയുടെ ഭാഗത്തുനിന്ന് പൈസ ആയിരുന്നെങ്കിൽ 1500 രൂപ ബാറ്ററിക്കും ഈ ഒരു 1500 രൂപ ഫോർക്കും കൂടെ തന്നെ ഏതാണ്ട് 3000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോയേനെ. ആ ഒരു ഫോർക്കിൻ്റെയും ബാറ്ററിയുടെയും സംഭവം ലാഭിച്ചത് കൊണ്ട് ഇവിടുത്തെ ഒരു 700ഉം ഇവിടുത്തെ ഒരു 300, 1000 രൂപയുടെ സാധനം ഫ്രണ്ടിലത്തെ മാത്രം നമുക്ക് പാർട്സിൻ്റെ വില അയക്കുന്നത്. സ്പോക്കറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബാക്കിലത്തെ സ്പോക്കറ്റ് ഒരുവിധം ഉണ്ടായിരുന്നു, പല്ലൊക്കെ ഒരുവിധം ക്ലിയർ ആണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ ആ കുട്ടി സ്പോക്കറ്റ് എടുത്ത് തിരിച്ചിട്ട് നോക്കി. അപ്പം സംഭവം സൗണ്ടും കാര്യങ്ങളും എല്ലാം മാറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി ഓടുന്നുമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെയിൻ നല്ലപോലെ ക്ലിയർ ചെയ്തു. അപ്പം ചെയിൻ്റെ ആ ഒരു സ്പോക്കറ്റിൻ്റെ കാര്യം അങ്ങനെ ക്ലിയർ ചെയ്താണ് ചെയ്തേക്കുന്നത്. ബാക്കിലെ ബ്രേക്ക് നല്ല കുറവായിരുന്നു. അപ്പം ബ്രേക്കിൻ്റെ ലൈനർ മാറണമെന്ന് ഇളക്കി നോക്കിയ ടൈമിൽ ലൈനർ നല്ല രീതിയിൽ തേഞ്ഞിട്ടില്ല. അപ്പം നമ്മളത് ക്ലീൻ ചെയ്ത് ഇട്ടിട്ട് ബ്രേക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ബാക്കിലത്തെ ബ്രേക്ക് ചെയ്തേക്കുന്നത്. ഫ്രണ്ടിലത്തെ വരുമ്പോഴത്തേന് പാട് ഇളക്കി നോക്കി, പാട് വീണ്ടും ലാസ്റ്റ് ചെയ്യും, പാട് തീർന്നിട്ടില്ല. അങ്ങനെ പാടും ഒന്ന് ക്ലിയർ ചെയ്ത് വിട്ടു. പ്രധാനമായിട്ട് ഒരുപാട് പറയാനുള്ളത് കാർബറേറ്ററിൻ്റെ ആണ് കേട്ടോ. ഈ ഒരു വരുന്ന കേബിൾ എന്ന് പറഞ്ഞാൽ ചോക്കിൻ്റെ കേബിൾ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പം നമ്മൾ സ്റ്റാർട്ടിങ് ആവുന്നുണ്ട്, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ ഒരു FC-യുടെ ഏറ്റവും വലിയ പോരായ്മയാണ്, ഈ മോഡൽ FC-യുടെ ഏറ്റവും വലിയ പോരായ്മയാണ് ഈ ഒരു കാർബറേറ്ററിൻ്റെത്. ഒരുപാട് പേര് പറഞ്ഞ കംപ്ലൈൻ്റ് ആണ്. കാർബറേറ്റർ മാറ്റി വെച്ചാലും മിസ്സിങ് നല്ല രീതിക്ക് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരുവിധം മിസ്സിങ് ഇപ്പം അനുഭവിക്കുന്നവർക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ളത് വേറൊന്നുമല്ല, ലിക്വിമോളിയുടെ ഒരു കാർബറേറ്റർ ക്ലീനർ എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. അത് മേടിച്ചൊന്ന് ഒഴിച്ചിട്ട് വണ്ടി കുറച്ചാൾ യൂസ് ചെയ്ത് നോക്കുക, മാറ്റം ഉണ്ടോയെന്ന്. ഈ ഒരു FC-യുടെ കാർബറേറ്ററിന് വരുന്നത് 5000 രൂപയാണ് ഈ ഒരു സാധനത്തിന് വരുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഈ ഒരു കാർബറേറ്റർ കാരണം FC വീട്ടിൽ അട വെച്ചിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഈ ഒരു കാർബറേറ്റർ പണി വന്നിരിക്കുന്നത്. പിന്നീട് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 180-യുടെയോ 150-യുടെയോ 150-യുടെ തിരക്കിയപ്പം 150-ക്ക് വലിയ മിസ്സിങ് കാണിക്കുന്നുണ്ടോ എന്നൊരു അഭിപ്രായം പറഞ്ഞു. എനിക്ക് കറക്റ്റ് അറിയില്ല. 180 പൾസർ 180-യുടെ കാർബറേറ്റർ വെച്ച് കഴിഞ്ഞാൽ ഈ FC-യുടേത് ഒരുവിധം കാർബറേറ്റർ ഇഷ്യൂ ക്ലിയർ ആവുമെന്നാണ് പറഞ്ഞത്. പക്ഷേ 180-യുടെ കാർബറേറ്ററിൻ്റെ റേറ്റ് തിരക്കിയപ്പോഴും 3000 രൂപയാണ് പറഞ്ഞത്. പലയിടത്തും പല റേറ്റാണ് കേട്ടോ. അപ്പം നിങ്ങളുടെ അവിടെ എത്ര രൂപയ്ക്ക് എനിക്ക് കിട്ടുമെന്ന് അറിയത്തില്ല. അതിൽ താഴെ കിട്ടുവാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാണുന്നവർക്കൊരു ഉപകാരമായിരിക്കും. ഞാൻ 1-2 പേരെടുത്ത് തിരക്കി. ഇപ്പോൾ 3000, 2800, 3500 പറയുന്നത്. അപ്പം അതാണ് ഈ കാർബറേറ്ററിൻ്റെ അവസ്ഥ. ഇപ്പം ഈ കാർബറേറ്ററിന് വേറെ മിസ്സിങ് കാണിക്കുന്നില്ല, ഒരു മിസ്സിങ്ങും ഈ കാർബറേറ്റർ കാണിക്കുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഓവർഫ്ലോ ആണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഒരു ക്യാപ്പിനകത്ത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാപ്പാണ്. ഇതിനകത്ത് ഓവറായിട്ട് വന്ന് പെട്രോൾ നിറയുക ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടോ തൊടുമ്പോൾ തന്നെ അറിയാം. ഇതിനകത്ത് ഓവറായിട്ട് വന്ന് പെട്രോൾ നിറയും. പെട്രോൾ നിറഞ്ഞിട്ട് ലീക്കാവാൻ ഉള്ള ഇതുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ഈ ഇപ്പോൾ ഇരിക്കുന്ന കാർബറേറ്ററിന് ആ ചെറിയൊരു സീനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോൾ വണ്ടി ഓട്ടം കഴിഞ്ഞാലും അപ്പോഴേ പെട്രോൾ ഓഫാക്കി വെക്കും. ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം വരത്തില്ല. ഇതിനകത്ത് ഓവറായിട്ട് നിറഞ്ഞു കഴിയുമ്പോൾ ഇതുവഴി പെട്രോൾ ഇങ്ങനെ ലീക്കായി തുടങ്ങും. പക്ഷേ മിസ്സിങ് പിന്നെ കറക്റ്റായിട്ട് പെട്രോൾ ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ മിസ്സിങ് ആണ് കാണിക്കുന്നത്. അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് കൊച്ചു കൊച്ചു നീഡിലുകളും അതിനകത്ത് കുറച്ച് കൊച്ചു കൊച്ചു സുഷിരങ്ങളാണ് ഉള്ളത്. അതെല്ലാം ഈ കരടൊക്കെ കയറി അടഞ്ഞിരിക്കുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഫ്ലോ ചാനൽ വഴി ഫ്ലോ നടക്കാതെയാണ് തോന്നുന്നിടത്തൂടെയൊക്കെ പിന്നെ ലീക്കും കാര്യങ്ങളും വരുന്നതും മിസ്സിങ്ങും കറക്റ്റായിട്ട് ഇറങ്ങാതാണ് മിസ്സിങ്ങും വരുന്നത്. അതാണ് ഈ എഫ്.സിയുടെ കാർബറേറ്ററിൻ്റെ കാര്യം പറയാനുള്ളത്. ഇപ്പോൾ ഏകദേശം ടോട്ടൽ ഓവറാൾ ഏതാണ്ട് ഒരു 4000 രൂപയ്ക്കകത്തേണ് ഈ വണ്ടിയുടെ സർവീസിങ് ഉൾപ്പെടെ എനിക്കായത്. പിന്നെ മെയിനായിട്ട് ഇതിൻ്റെ പിന്നെ ഓയിലെല്ലാം ചേഞ്ച് ചെയ്തു. ഓയിൽ ചേഞ്ച് ചെയ്തതാണ്ട് ഒരു 500-600 രൂപയായി. കാരണം പിന്നെ എൻജിൻ ഓയിൽ, അതുപോലെ പിന്നെ ഗിയർ ഓയിൽ കാര്യങ്ങൾ അത് സെറ്റ് എല്ലാം മാറി. പിന്നെ അതുപോലെ തന്നെ എയർ ഫിൽറ്റർ, പിന്നെ കുറച്ച് ഫിൽറ്ററും കാര്യങ്ങളും എല്ലാം മാറി. അതെല്ലാം കൂടെ അത്രയും രൂപയാണ്. ഏതാണ്ട് 4000 രൂപ. 4000 രൂപയിൽ ഏറ്റവും കൂടുതലായത് കാർബറേറ്റർ തന്നെയാണ് കേട്ടോ. കാർബറേറ്റർ ക്ലിയർ ചെയ്തത് ഏതാണ്ട് ഒരു 1500 രൂപയുടെ അടുത്തായി. പിന്നെ അപ്പം ഏതാണ്ട് 4000 രൂപയ്ക്കകത്തെ എനിക്ക് പണിക്കൂലിയും അവിടെ നമ്മൾ കൊണ്ടുവരുന്നതിന് ഒരു ദിവസം വർക്ക്ഷോപ്പിൽ ഒരാളെ കൊണ്ടുവന്നിട്ടാണ് വണ്ടി എടുത്തിട്ട് വന്നത്. എല്ലാം കൂടെ എനിക്ക് 4000 രൂപയ്ക്കകത്തെ ഈ വണ്ടി ഇത്രയും റീസ്റ്റോർ ചെയ്തതിനായുള്ളൂ. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോർക്കും നമ്മുടെ ബാറ്ററിയും എന്തോ ഭാഗ്യത്തിന് പണി തന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു വിലയിൽ നമുക്ക് ഈ വണ്ടി ഇങ്ങനെ റീസ്റ്റോർ ചെയ്ത് എടുക്കാൻ കഴിഞ്ഞത്. പക്ഷേ ഈ ബാറ്ററി കിട്ടിയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ ഈ 4000 കൂടെ വീണ്ടും 1500 ആയനെ. അതുപോലെ ഫോർക്ക് കിട്ടിയില്ല എന്നുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഈ അതിൻ്റെ കൂടെ വീണ്ടും ഒരു 1500 കൂടി ആയേനെ. പിന്നീട് വണ്ടിയുടെ ടയർ നല്ല കണ്ടീഷനായിരുന്നു. അതുകൊണ്ട് വേറെ ആ ഒരു ഭാഗമൊന്നും നോക്കിയില്ല. പിന്നീട് കുറച്ച് പെയിൻറ്റ് വർക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പം എന്തായാലും ഇപ്പം ഈ ഒരു കണ്ടീഷനിൽ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. എന്തായാലും ഇത്രയാണ് ഈ വണ്ടിയെ പറ്റി പറയാനുള്ളത്. ഈ വീഡിയോയിൽ ഒരുപാട് പോരായ്മ നിങ്ങൾക്ക് തോന്നിയേക്കാം. വേറൊന്നും കൊണ്ടല്ല, നല്ല രീതിയിലുള്ള പനിയും കാര്യങ്ങളും വെച്ചിട്ട് തന്നെ ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും ഇന്നോ നാളെയോ ഈ വണ്ടി തിരിച്ചു കൊടുക്കണം. അപ്പം ഈ വണ്ടി തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ വീഡിയോ എടുക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഈ ഒരു അവസ്ഥയിൽ വീഡിയോ എടുത്തത്. അപ്പോൾ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ദയവേദി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. നമ്മൾ വണ്ടിയും അതുപോലെ റൈഡ് സംബന്ധമായിട്ടുള്ള വീഡിയോകളാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പം അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ, സൈൻ ഓഫ്.